പൂവേ 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 കളറാവട്ടെ ചിരി 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 ചിരിക്കണ ചുണ്ടേ 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 പവറാവട്ടെ മുടിമേലെ മണ്ണ പരത്തണം മലയാള കരയിലക്കണം വിളമ്പാനായില നിരത്തണം ഒരു ജീവ മിനിങ്ങിവാ ഏത് മൂട് ഏത് മൂട് മൂട് ഏത് മൂട് മുണ്ട് മൂട് ഏത് മൂട് സാരി മൂട് ഏത് മൂട് സത്യ മൂട് ഏത് മൂട് മൂട് ഏത് മൂട് ഏത് മൂട് ഓണമൂട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് വോയിസ് കൊടുത്തിട്ട് ചെയ്യണത്. ഇന്ന് ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ ആണ് കോളേജിൽ. അപ്പോൾ എല്ലാവരും എത്തിയിട്ടില്ല, ഞങ്ങൾ കുറച്ച് പേര് എത്തിയിട്ടുള്ളൂ പൂവിടാൻ വേണ്ടിയിട്ട്. ഇതാണ് എൻ്റെ ഓണം ഔട്ട്ഫിറ്റ്. ഓക്കെ ഗൈസ്, കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ പൂവിടാൻ പോകും. ഞങ്ങൾ കുറച്ച് പേരെ എത്തിയിട്ടുള്ളൂ. ഓൾറെഡി ഞാൻ ഇന്നലെ ഞങ്ങൾ കുറച്ച് പേര് ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പൂക്കളം ഇടാൻ. ഇതാണ് ഡിസൈന്. ഇനി പൂവിടാൻ പോവാണ്. ഓണപ്പാട്ടിൻ ഈണം പോലെ തുമ്പപ്പൂവിൻ ചന്തം പോലെ വഞ്ചിപ്പാട്ടിൻ താളം പോലെ. ഞങ്ങൾ പൂക്കളൊക്കെ ഇട്ട് കഴിയുമ്പോഴേക്കും സമയം ഏകദേശം രാവിലെ 10:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഓരോരുത്തരായിട്ട് റെഡി ആയിട്ട് വന്നു തുടങ്ങി. പിന്നെ ഞങ്ങളുടെ ഇനോഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്തു. മാവേലില്ലാതെ എന്തോണം. ഇനോഗ്രേഷൻ കഴിഞ്ഞതും പിന്നെ മാവേലിന്റെ എൻട്രി ആയിരുന്നു. കോളേജ് ആയതുകൊണ്ട് തന്നെ ഇപ്പോഴൊരു പതിവാണ് ഓരോ ഡിപ്പാർട്ട്മെന്റുകാര് ഓരോ വണ്ടി ഇറക്കണത്. മാവേലിന്റെ കൂടെ തന്നെ ആ വണ്ടീന്റെ ഇറക്കലും കൂടെ കഴിഞ്ഞപ്പോഴാണ് ശരിക്കുള്ള ആഘോഷം തുടങ്ങിയത്. പിന്നെ അതിനുശേഷം ഓണത്തിനുണ്ടാവുന്ന ഗെയിംസ്, മ്യൂസിക്കൽ ചെയർ, വടംവലി അതൊക്കെയായിരുന്നു. ടീച്ചേഴ്സിനെ ഞങ്ങൾ വെറുതെ വിട്ടിട്ടില്ല. ടീച്ചേഴ്സിനെ കൊണ്ടും ഞങ്ങൾ ഗെയിംസ് ഒക്കെ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഡാൻസും പ്രോഗ്രാമൊക്കെ നടത്തണം എന്നുണ്ടായിരുന്നു. പക്ഷെ ചെറിയ സമയപരിമിതി കാരണം ഞങ്ങൾക്ക് അതൊന്നും നടത്താൻ പറ്റിയിട്ടില്ല. അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല സങ്കടമുണ്ട്. ഈ പ്രോഗ്രാംസിന്റെ ഇടയിൽ കൂടെയൊക്കെ തന്നെ ഞങ്ങളുടെ ഫോട്ടോഷൂട്ടും അവിടെ സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഒരു വടംവലി വരെയൊക്കെ കാര്യങ്ങൾ നല്ല സ്മൂത്തായിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അടിപൊളിയായിരുന്നു. പിന്നെ ഒരു 12 മണിക്ക് ശേഷമാണ് ഈ വടംവലി സ്റ്റാർട്ട് ചെയ്തത്. വടംവലി സ്റ്റാർട്ട് ചെയ്തതോടുകൂടി തന്നെ പിന്നെ അവിടെ ഓണത്തല്ല് തുടങ്ങി. ഈ തല്ല് നടന്നത് എന്തിനാന്ന് പോലും അറിയാത്ത ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഞങ്ങൾ ഇതാ വടംവലിയൊക്കെ കഴിഞ്ഞ് ഏകദേശം ഉച്ച 1 മണി എന്തോ ആയി, 1:30 എന്തോ ആയി. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു സദ്യ കിട്ടിയാൽ കൊള്ളാം, പക്ഷേ സദ്യ ഉണ്ടാവുമെന്നറിയില്ല. തൽക്കാലം ഒരു ബിരിയാണിയെങ്കിലും കഴിച്ചിട്ട് ഞങ്ങൾ വരും. നല്ല മഴക്കാറുണ്ട്. ഓക്കെ, കുറച്ച് ക്ഷീണിച്ചിട്ടുണ്ട്. ഇനി ചിലപ്പോൾ ഇതിന് ശേഷമായിരിക്കും ഡാൻസും പിന്നെ ബാക്കി പരിപാടികളൊക്കെ. അപ്പോൾ ഓക്കെ ഗൈസ്, ഓരോന്നും ഇങ്ങനെ വഴിയെ കാണാം. കോളേജിൽ ഇത്തവണ സദ്യ ഏർപ്പാടാക്കിയിട്ടില്ലായിരുന്നു. ഇനിയിപ്പോൾ ഓണായിട്ട് സദ്യക്ക് കുറവ് വേണ്ട വെച്ചിട്ട് ഞങ്ങൾ ഒരു ഹോട്ടലിൽ പോയിട്ടായിരുന്നു സദ്യ കഴിച്ചത്. ഇവിടെ പേപ്പർ വാഴയായിരുന്നു എന്നൊരു സങ്കടം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു. നല്ല അടിപൊളി സദ്യയായിരുന്നു. ഫുഡൊക്കെ കഴിച്ച ക്ഷീണം മാറ്റാൻ കുറച്ചു നേരം ഞങ്ങൾ കോളേജ് ലൈബ്രറിയിൽ പോയിരുന്നു. അവിടുന്ന് ഞങ്ങൾ കുറച്ച് ട്രാൻസിഷൻ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുമോയെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. ഇനി അടുത്തത് ഇവിടെ ശിങ്കാരിമേളാണ്. ഇനി അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓണ സെലിബ്രേഷൻ ഇവിടെ അവസാനിക്കും. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഞങ്ങളുടെ കോളേജിലെ ഓണം സെലിബ്രേഷൻ. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കോളേജ് ബസ് കയറിയിട്ട് നേരെ ഹോസ്റ്റലിലേക്കായിരുന്നു പോയത്. ഇനി നാളെ തൊട്ടിട്ട് ഒരാഴ്ച ഞങ്ങൾക്ക് ഓണത്തിൻ്റെ ലീവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് അടിക്കുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ.